ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ്. പഴയ കാലത്ത് നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കി തരുന്ന ഈ ചമ്മന്തി കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനു വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിലേക്ക് വെക്കാം. ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂണ് പച്ചമല്ലി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഈ ടൈമിൽ തീയൊരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റേണ്ടതാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകുന്നതാണ്. ഇപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ഒരു 8 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. എരിവ് കൂടുതൽ വേണ്ടവർക്ക് ഒരു 10 വറ്റൽമുളക് വരെ ആകാവുന്നതാണ്. സാധാ മുളകാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്, കാശ്മീരി മുളകല്ല. ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ചൂടായി വരുമ്പോൾ 2 സവാള കട്ട് ചെയ്തതും ഒരു 12 ചുവന്നുള്ളി കൂടി ഇട്ട് കൊടുക്കാം. ഇതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ചധികം കറിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചമ്മന്തി അരയ്ക്കുമ്പോൾ കുറച്ച് കൂടുതൽ കറിവേപ്പില ചേർത്ത് കൊടുത്താൽ നല്ല രുചിയായിരിക്കും. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കുറച്ച് പുളിയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന വറ്റൽമുളകും മല്ലിയും ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന സവാളയും ചെറിയ ഉള്ളിയും ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളിയൊക്കെ ഒന്ന് തണുത്തതിന് ശേഷം വേണം മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ ഫൈനായിട്ട് അരച്ചെടുക്കരുത്, തരിതരിപ്പായിട്ട് അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ചമ്മന്തി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതുണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യാനും കൂടി മറന്നു പോകരുത്. വലത്തുവശത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.